നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നാണ് ഉറ്റുനോക്കുന്നത്. പത്മകുമാർ അറസ്റ്റിലാകും എന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിനായി ഹാജരായാൽ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെയാണ് SIT അന്വേഷണം പത്മകുമാറിലേക്ക് എത്തിയത്. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കാൻ തയ്യാറെടുക്കുകയാണ്. സ്വർണ്ണക്കൊള്ള വിവാദം തുടരുന്നുണ്ട്. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കും. എന്തായാലും പത്മകുമാറിന് കുരുക്ക് മുറുകുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ അറസ്റ്റിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അറസ്റ്റായി ഇത് മാറും. അതേസമയം സ്വർണ്ണക്കൊള്ള വിവാദം തുടരുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കുന്നത്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറും അംഗമായി മുൻ മന്ത്രി K രാജുവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യും. 2 വർഷത്തേക്കാണ് കാലാവധി. പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും A അജികുമാറും വ്യാഴാഴ്ച സ്ഥാനമൊഴിഞ്ഞിരുന്നു. സംഭവത്തിൽ കൂടുതൽ സാവകാശം നൽകാനാകില്ലെന്ന് അന്വേഷണ സംഘം പത്മകുമാറിനെ അറിയിച്ചിരുന്നു. കട്ടിളപ്പാളിയിൽ ചെമ്പന്ത് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെയാണ് ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും SIT അറസ്റ്റ് ചെയ്യും എന്ന നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ CPM അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയും പാർട്ടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം 27 വരെ നീട്ടിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി. ജയശ്രീ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം വാസുവിന്റെ അറസ്റ്റിൽ CPMലെ പ്രധാന നേതാക്കളുടെ വിയോജിപ്പ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. സർക്കാർ ഇടപെടലെന്ന് പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണം ഇതുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ A പത്മകുമാറിന്റെയും ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളെയും അറസ്റ്റ് ഒഴിവാക്കാനും SITക്ക് കഴിയില്ല. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് SIT. ഹൈക്കോടതിയോട് ഈ ആവശ്യം ഉന്നയിക്കും. ദ്വാരപാലക ശില്പങ്ങളെയും ശ്രീകോവിലിന്റെ കട്ടിളയിലെയും സ്വർണം കവർന്നത് 2 കേസാണ്. അന്വേഷണം പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ശ്രീകോവിലിന്റെ വാതിലിലെ സ്വർണവും കവർന്നതായി സൂചനയുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എത്രത്തോളം സ്വർണം കവർന്നെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന സ്ഥിതി ഇക്കാര്യങ്ങൾ SIT കോടതിയെ അറിയിക്കും. ദ്വാരപാലക ശില്പങ്ങളുടെ ശാസ്ത്രീയ പരിശോധന 17 നടത്തും. കട്ടിളയിലെ സ്വർണം കവർന്ന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ എന്തായാലും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെ ചോദിക്കും, ഏത് ചോദ്യത്തിലാണ് അടിപതറുക, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം എന്തൊക്കെയാണ്, എന്തായാലും വരും മണിക്കൂറുകൾ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടും. എന്തായാലും അദ്ദേഹം സാവകാശം തോന്നിയിരുന്നു. ഇനി സാവകാശം നൽകാനാകില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് പത്മകുമാർ ഹാജരാകാൻ സാധ്യത. കൂടുതൽ സാവകാശം നൽകാനാകില്ലെന്ന് SIT പത്മകുമാറിനെ അറിയിച്ചിരുന്നു. കട്ടിളപ്പാളിയിൽ ചെമ്പന്ത് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെ എന്നാണ് SIT കണ്ടെത്തൽ. 8ാം പ്രതിയാണ് ബോർഡ്. പത്മകുമാറിന്റെ സെക്രട്ടറി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേസമയം 2019 വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന് നിർബന്ധിത അവധിക്ക് പിന്നാലെ സ്ഥലം മാറ്റം. N വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ ആ ഓഫീസിലെ സെക്ഷൻ ക്ലർക്കായിരുന്നു ശ്യാംപ്രകാശിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിൽ നിന്ന് വർക്കല ഗ്രൂപ്പിലേക്കാണ് ശ്യാംപ്രകാശിനെ സ്ഥലം മാറ്റിയത്. ദേവസ്വം വിജിലൻസ് തിരുവനന്തപുരം സോൺ ഓഫീസറായിരുന്നു ശ്യാംപ്രകാശ്. സ്വർണ്ണക്കൊള്ള അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലുണ്ടെന്ന് വിജിലൻസ് തിരിച്ചറിഞ്ഞത്. നിർബന്ധിത അവധിയിൽ പോകാൻ SP നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെയാണ് സ്ഥലമാറ്റമുണ്ടായത്. സ്വർണം ചെമ്പാക്കിയ ഫയലുകൾ കൈകാര്യം ചെയ്തത് ശ്യാംപ്രകാശ് ആയിരുന്നെന്നാണ് SITയുടെ കണ്ടെത്തൽ.
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ മുദ്രവെച്ച പകർപ്പ് കൈമാറണമെന്ന ആവശ്യം നിഷേധിച്ച റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതിനാലാണ് മജിസ്ട്രേറ്റ് കോടതി ഇഡിയുടെ ആവശ്യം തള്ളിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിനാണ് പകർപ്പെന്ന് ഇഡി കൊച്ചി സോണൽ ഓഫീസ് നൽകിയ ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങളുണ്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. അറിയുന്നതും അറിയാത്തതുമായ അവതാരങ്ങളുണ്ട്. എല്ലാ അവതാരങ്ങളെയും പടിക്കു പുറത്തു നിർത്തി ഒരു അവതാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവതാരങ്ങൾക്ക് വഴിപെട്ട് പ്രവർത്തിച്ചിട്ടില്ല. അവതാരങ്ങളെ പുറത്തു നിർത്തിയതിൽ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദൗർഭാഗ്യകരമായ സംഭവമാണ്. 2025 വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കോടതി അറിയിക്കാത്തതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വേദനയുണ്ടാകുകയാണ്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി ബോധ്യമാകും. മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യസന്ധമായും സുതാര്യമായുമാണ് എല്ലാം ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് നടത്തിയത് നന്നായി എന്നാണ് തന്റെ ബോധ്യമെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി തേടിയ SIT. ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിലവിലുള്ള പാളികൾ, കട്ടിളപ്പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് SIT നടപടി തുടങ്ങിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവുകൾ ശക്തമാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിക്കൊണ്ടുവന്ന തകിടുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം സ്ഥാപിച്ച പാളികളിലും പരിശോധന നടത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.